നമസ്തേ. നിങ്ങളുടെ മനസ്സിൽ പലവിധ ആഗ്രഹങ്ങളാണ് ഉള്ളത്. അവയ്ക്ക് പലവിധ തടസ്സങ്ങളാണ് നിത്യവും വന്നു ഭവിക്കുന്നത്. അവ തൊഴിൽപരമായോ സാമ്പത്തികപരമായോ ആരോഗ്യപരമായോ ആയ പ്രശ്നങ്ങളായിരിക്കാം. ഏത് പ്രശ്നങ്ങളായാലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വിഘ്നം കൂടാതെ നടക്കുമോ എന്ന് അറിയുവാനും വേണ്ടി ഈ തൊടികുറി ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. രണ്ട് ദേവന്മാരെയാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് മഹാദേവൻ്റെ ചിത്രവും രണ്ടാമത്തേത് മഹാവിഷ്ണുവിൻ്റെ ചിത്രവുമാണ്. ഇവരിൽ ആരെയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത്? ആ ദേവൻ്റെ പേര് കമൻ്റ് ചെയ്യുക. നിങ്ങൾ മഹാദേവനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഓം നമഃശിവായ എന്ന മന്ത്രം ജപിക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ദുഃഖകാര്യങ്ങളിൽ നിന്നും ഉടനെ മുക്തി ലഭിക്കുന്നതാണ്. എന്നാൽ യാദർച്ഛികമായി ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്നും സഹായം ലഭിക്കുന്നതുമാണ്. തൊഴിലിൽ നിങ്ങൾക്ക് പലവിധ പ്രശ്നങ്ങൾ വന്നു ഭവിക്കുമെങ്കിലും മഹാദേവൻ്റെ പൂർണ്ണ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിലൂടെ ആ പ്രശ്നങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഉടനെ തന്നെ ഗവൺമെൻറ് ജോലി ലഭിക്കുവാനും ഏറെ നാളായി മനസ്സിൽ കണ്ടുമുട്ടണമെന്ന് വിചാരിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുകയും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന കേസുകളെയും വഴക്കുകളെയും ഭഗവാൻ തടയുന്നതുമാണ്. ഇതുവരെ കുടുംബത്തിൽ നിന്നും ലഭിക്കാത്ത പല സഹായ സഹകരണങ്ങളും ലഭിക്കുന്നതാണ്. മനസ്സിൽ താല്പര്യമില്ലാതിരുന്ന പല കാര്യങ്ങളോടും താല്പര്യം വർദ്ധിക്കുകയും ദൈവാധീനത്തിന് വർധനവുണ്ടാകുകയും ദൈവീക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ താല്പര്യം വർദ്ധിക്കുന്നതുമാണ്. അടുത്തതായി ചിത്രം 2. മഹാവിഷ്ണു ഭഗവാനെയാണ് തിരഞ്ഞെടുത്തതെങ്കിൽ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിച്ച ശേഷം കമൻ്റ് ചെയ്യുക. മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിക്കുന്നതാണ്. ഉടനെ തന്നെ നിങ്ങളുടെ കടബാധ്യതകൾ തീരുകയും കിട്ടാനുള്ള പല കാര്യങ്ങളും നമ്മളെ തേടി വന്നു ചേരുകയും ഇടവിട്ട് അല്പപ്രയാസം വന്നു ഭവിക്കുകയും എന്താണ് ചെയ്യേണ്ടത്, എപ്രകാരമാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അറിയാത്ത സാഹചര്യം നിങ്ങളിൽ ഉണ്ടാകുന്നതാണ്. എന്നാലും ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹമുള്ളതിനാൽ ഇവയിൽ നിന്നും മോചനമുണ്ടാകുന്നതാണ്. ചില തെറ്റായ കാഴ്ചപ്പാടുകൾ നിങ്ങൾ തിരിച്ചറിയുകയും അത്തരം കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയും പോസിറ്റീവായ ഊർജം വർദ്ധിച്ചു വരികയും പല കാര്യങ്ങളിലും തളർന്നു പോകുമെന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ പ്രവേശിക്കുന്നതുവഴി എല്ലാ തടസ്സങ്ങളും നീങ്ങുന്നതാണ്.